മഴ വന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. നമുക്ക് അറിയാം, കേരളം എന്ന് പറയുന്നത് 7 മാസം നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. മഴ ധാരാളമായി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കനത്ത മഴ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ മെയ് മാസത്തിലെ മഴ തുടങ്ങിയപ്പോൾ തന്നെ കൂരിയാട് ഇങ്ങനെ സംഭവം ഉണ്ടായി. ഈ ഭൂപ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ പൊതുപ്രവർത്തകരുമായും പ്രാദേശിക നേതൃത്വവുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവിക അലൈൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഒരു പരിസ്ഥിതി ദുർബല പ്രദേശമാണ്, ഇവിടെ സൂക്ഷിച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് വേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നോ? ശ്രീ അഭിലാഷ്, താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ സാധാരണഗതിയിൽ വയൽ എന്ന് പറയുന്നത് ഫ്രജൈൽ ലാൻഡാണെന്ന് അറിയാത്തവരാണോ അധികാരികൾ? അങ്ങനെയാണോ നമ്മളെ ടെക്നിക്കൽ എക്സ്പേർട്സ്, എഞ്ചിനീയറിംഗ് ടീം? ഇവിടെ ഒരു സുപ്രഭാതത്തിൽ അവിടെ വയലുണ്ടായതല്ലല്ലോ. കേരളത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല മഴ. താങ്കൾ പറഞ്ഞതുപോലെ 6-7 മാസം എല്ലാ വർഷവും മഴ സുലഭമായി ലഭിക്കുന്ന ഒരു ഭൂമികയാണ് മലയാള മണ്ണ്. ഇവിടെ ഉണ്ടായ സംഗതി എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് അനുയോജ്യമായ നിർമ്മാണമല്ല അവിടെ നടത്തിയിരിക്കുന്നത്. അവിടെ നേരത്തെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, ഈ നിർമ്മാണം ഇവിടേക്ക് പറ്റില്ല. നമ്മുടെ MLA മാർ, ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഞങ്ങളെ MLA പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഗുജറാത്തിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നിർമ്മിച്ച് വിജയിച്ച സംഗതിയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ എന്താണ് നിങ്ങൾ അറിയുമോ? വാൾ ലോക്കിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ഇൻ്റർലോക്കിൻ്റെ ഏതാണ്ട് രൂപത്തിൽ വരുന്നൊരു സാധനമാണ്. പക്ഷേ ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച് വിദഗ്ധനായിട്ടുള്ള ആൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അവിടെ പൂർണ്ണമായി ഭൂമി അകത്തേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു 10-15 മീറ്റർ അപ്പുറത്ത് വയൽ 2-3 മീറ്റർ ഉയരത്തേക്ക് വന്ന് ഉയർന്ന് പൊങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പ്രതിനിധികളടക്കമുള്ള മീഡിയ പ്രവർത്തകർ ഈ സംഭവം ഉണ്ടായത് മുതൽ അവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 19-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഈ അപകടം അവിടെ സംഭവിച്ചിട്ടുള്ളത്. അന്നേ ദിവസം കൂരിയാട് ഭാഗത്തും വേങ്ങര ഭാഗത്തും മഴ ഉണ്ടായിരുന്ന നിങ്ങളൊന്ന് അന്വേഷിക്ക്. ചാറ്റൽ മഴ അല്ലാതെ മഴ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെ പുലർച്ചയല്ലേ കേരളത്തിൽ, നോർത്ത് കേരളത്തിൽ സുലഭമായി മഴ കിട്ടാൻ തുടങ്ങിയത്. മലപ്പുറത്ത് ഇന്നലെ മഴ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ വീട് ഇത് തൊട്ടടുത്ത പ്രദേശമാണ്, ഞങ്ങളിവിടെ ജീവിക്കുന്നതാണ്, ഇവിടെ കളിച്ചു വളർന്ന ആളുകളാണ് ഞങ്ങൾ. ഇവിടെ ഏതാണ്ട് 6 മാസം മഴ ഉണ്ടായി, മഴ കഴിഞ്ഞ് 2 മാസം വെള്ളം നിൽക്കുന്ന കൂരിയാട് വയൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാടശേഖരമാണത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളപ്പിറവിക്ക് ശേഷം നീണ്ട 56 വർഷം അവിടെ ഞങ്ങൾ യഥേഷ്ടം നമ്മൾ സഞ്ചരിച്ചിരുന്നത്, അഭിലാഷ് അടക്കം സഞ്ചരിച്ചിരുന്ന, നിങ്ങൾ കണ്ണൂരേക്കൊക്കെ പോകുന്നതിലൂടെയാണല്ലോ, അവിടെ NH-66 അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ടീം, സാങ്കേതിക വിദഗ്ധർ ആ റോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെ പരിശോധിക്കേണ്ടിയിരുന്നു, അത് എങ്ങനെയാണ് ബലപ്പെടുത്തിയത് എന്ന് നോക്കിയിട്ട് വേണ്ടിയിരുന്നു പുതിയ റൂട്ടിലേക്ക് പോകേണ്ടത്. ഇവിടെ ഇത്ര വലിയൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഇത് ശാസ്ത്രീയമായി നിലനിൽക്കുന്ന റോഡല്ല. കാരണം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ധാരാളം ആയിരക്കണക്കിന് മെട്രിക് ടണ്ണ് ഏതാണ്ട് 14 മീറ്റർ ഈ വയലിൽ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂമി, ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ വളരെ ഫ്രജൈലായിട്ടുള്ള ലാൻഡാണ്, അത് സ്വാഭാവികമായിട്ട് താങ്ങാനുള്ള കപ്പാസിറ്റി അതിനില്ല. ലാറ്ററൈറ്റ് അല്ല അവിടെ, അല്ലെങ്കിൽ കരിങ്കൽ പാറയല്ല അതിൻ്റെ പ്രതലം എന്ന് പറയുന്നത്. വളരെ നേർത്ത മണ്ണാണ്. നെൽകൃഷി യഥേഷ്ടം ചെയ്യുന്ന ഒരു വയലിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അവിടെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് എലിവേറ്റഡ് ഹൈവേ ആണ്, വയഡക്റ്റോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറോ മാത്രമാണ് അവിടെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം. മറ്റൊരു കാര്യം അഭിലാഷ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 45 വർഷം മുമ്പ് 1980 ഉണ്ടാക്കിയതാണ് പിന്നെ കൂരിയാട് തൊട്ടടുത്തുള്ള പനമ്പുഴ ബ്രിഡ്ജ്. അവിടെ ആകെ ആ റീച്ചിനകത്ത് 2 ട്രാക്ക് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന അവിടെ കക്കാട്ടേന്ന് കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡടക്കം 3 ട്രാക്ക് ഉണ്ട്. 3 ട്രാക്കിന് പകരം അവിടെ 2 ട്രാക്കേ ഉള്ളൂ. ഈ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാകുന്ന ഘട്ടത്തിൽ വലിയ ട്രക്കുകളൊക്കെ കടന്നു പോകുമ്പോൾ വലിയ അപകടങ്ങൾ അവിടെ പതുങ്ങിയിരിക്കുന്ന
വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൊളപ്പുറം പട്ടണം. കൊളപ്പുറം അങ്ങാടിയിൽ നാഷണൽ ഹൈവേനെ കണക്ട് ചെയ്യുന്ന നേരത്തെ റോഡുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് നിർദ്ദിഷ്ട തീരദേശ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഹൈവേ. അതിന് ഈ എഞ്ചിനീയറിംഗ് ടീം തന്നെയാവുമല്ലോ സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ടാവുക. അവിടെ സാറ്റലൈറ്റ് സർവേയാണ് നടത്തിയിട്ടുള്ളത്. സാറ്റലൈറ്റ് സർവേ നടത്തിയതുകൊണ്ട് ഫലമായി എന്താ സംഭവിച്ചാൽ അപ്പുറം ഇപ്പുറത്തുള്ള അപ്രോച്ച് റോഡ് ഇല്ലാതെ ഒരു ബ്രിഡ്ജ് അവിടെ അശാസ്ത്രീയമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ നിർമ്മാണത്തിനകത്ത് ഡ്രെയിനേജ് അടക്കം നിങ്ങളിപ്പോൾ ഒരു ഭാഗം മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ഡ്രെയിനേജ് അടക്കം എല്ലാം അശാസ്ത്രീയമാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഒരു മിനിറ്റ് കൂടി വിജിലിനോടും പിന്നെ യുവരാജിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, ചാമ്പ്യന്മാരാണ് നിങ്ങൾ ആരെടുത്തോളൂ, പക്ഷെ ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, പ്രൈം പ്രയോറിറ്റി എന്ന് പറയുന്നത് നാടിൻ്റെ സുരക്ഷയാണ്. ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം. ഗതാഗതത്തിന് പഴയ രീതിയിലെങ്കിലും പുനഃസ്ഥാപിച്ച് ഇന്ന് നാളെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? ഇപ്പൊ പൂർണ്ണം ഞാൻ കോഴിക്കോട്ടെ നിന്ന് വരുമ്പോൾ ഏതാണ്ട് 3 മണിക്കൂറാണ് ഞാൻ റോഡിൽ കിടന്നത്. ആരാണ് ഇതിനെ നമ്മളെ ഈ സമയനഷ്ടത്തിനൊക്കെ ഉത്തരം തരിക? വലിയ രീതിയിലുള്ള മാനസിക പീഡനം, അതുപോലെ രോഗികളൊക്കെ യഥേഷ്ടം മെഡിക്കൽ കോളേജിലൊക്കെ പരിഹരിക്കേണ്ട കാര്യമാണ്. നോക്കാം.